ഡോക്ടർ സുചിത്ര. ഡോക്ടർ സുചിത്ര അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഓഫ്താൽമോളജി വിഭാഗം കൺസൾട്ടന്റ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാറ്ററാക്ട്. വളരെ കോമൺ ആയിട്ട് കണ്ണിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ കാറ്ററാക്ട് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം എന്താണ്? കാറ്ററാക്ട് അതും പിന്നെ തിമിരം തിമിരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് പൊതുവെ വയസ്സായ ആൾക്കാർക്കാണ് വരുന്നത്. അത് നമ്മുടെ പ്രായം ആകുന്നോണ്ട് വരുന്നതാ. ഒരു ഏജിങ് ചേഞ്ച് ആണ്. സാധാരണ ഒരു 60-70 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അത് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ കാഴ്ച മങ്ങലായിട്ടാണ്. അപ്പൊ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ദൂരെ നിന്ന് വരുമ്പോ അത് നമുക്ക് മനസ്സിലാവില്ല. അവര് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും, ചിരിക്കും. പക്ഷെ ഈ രോഗി കാറ്ററാക്ട് ഉള്ള ആൾക്കാർ അവരെ മനസ്സിലാകാതെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് പ്രശ്നം പറയുമ്പോഴാണ് പലരും അറിയുന്നത് കാഴ്ച കുറവാണ് എന്നുള്ള. ഇത് കാഴ്ച മങ്ങുന്നത് വളരെ പതുക്കെയാണ്. അപ്പൊ അത് പലർക്കും അത് കാഴ്ച കുറവ് എന്നുള്ളത് മനസ്സിലാകില്ല. ഇങ്ങനെ ആരെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത ചേഞ്ചാണ്. അപ്പോഴായിരിക്കും അവര് ഒന്ന് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു വരുന്നത്. സാധാരണ ഒരു പറയുന്ന ഒരു കംപ്ലൈന്റ് ഇതാണ്. ദൂരെ നിന്ന് പരിചയമുള്ള ആൾക്കാർ വരുമ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല, അവര് വളരെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ ശബ്ദം കേട്ടിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയും. നമ്മൾ കാറ്ററാക്ടിൽ ഒരാളെ കാണുമ്പോൾ കണ്ണിനകത്ത് ഒരു വെളുത്ത കുത്തു മാത്രമാണ് കാണുന്നത്. അത് അങ്ങനെ കാണുന്നത് അത് വളരെ മെച്ചൂർ ആയിട്ടതിന് ശേഷം. അപ്പൊ ആ സമയത്തേക്ക് കാഴ്ച വളരെ കുറഞ്ഞിട്ടുണ്ടാവും. അതൊരു കുറെ കഴിഞ്ഞുള്ള സ്റ്റേജിലാണ് നമ്മൾ ഈ വെളുത്ത നിറം കാണുന്നത്. അതിന് മുന്നേ തന്നെ രോഗിക്ക് ആക്ച്വലി ഇത് കാഴ്ച മങ്ങി തുടങ്ങും. അത് കാരണമുള്ള ബുദ്ധിമുട്ടും തുടങ്ങും. ഈ നൈറ്റ് ഡ്രൈവിംഗ് ഇപ്പോ എല്ലാവരും ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഡ്രൈവിംഗ് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ഗ്ലെയറിങ് ആയി അങ്ങനെ. പിന്നെ അതുപോലെ ഈ കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി, കളർ മാച്ചിങ്, പെണ്ണുങ്ങൾക്ക് ഈ കറക്റ്റ് മാച്ചിങ് ഉള്ള ബ്ലൗസും സാരി അങ്ങനെ എടുക്കാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, വെള്ളെഴുത്ത് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഇതേപോലത്തെ ഒരു പ്രായമായവരിൽ കാണുന്ന അസുഖമാണ്. ഈ വെള്ളെഴുത്തും തിമിരവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ രണ്ടും ഒന്നാണോ? രണ്ടും വേറെയാണ്. ഈ വെള്ളെഴുത്ത് പറയുന്നത് നമുക്ക് അടുത്ത ചെറിയ അക്ഷരം വായിക്കാൻ വരുന്ന ബുദ്ധിമുട്ടാണ്. അതൊരു 40 വയസ്സിലാകുമ്പോഴേക്കും തുടങ്ങും. അപ്പൊ ഇനി തുടക്കത്തിൽ നമ്മളത് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് വായിക്കും. അപ്പൊ നല്ല തലവേദന വരും. അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ കൂട്ടി ദൂരെ പിടിക്കും. ഒരു ലെവൽ നമ്മുടെ കൈയുടെ നീളം ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് പിന്നെ വായിക്കാൻ പറ്റാതെ രണ്ട് വ്യത്യസ്തമായ ആണ്. ഈ വെള്ളെഴുത്തിന് കണ്ണാടി വെച്ചാൽ മതി. അതിന്റെ കറക്റ്റ് പവർ ഉള്ളത് വെച്ചാൽ നമുക്ക് ആ നോർമൽ റീഡിംഗ് ഡിസ്റ്റൻസിൽ അത് വായിക്കാൻ പറ്റും. അത് പറ്റില്ല. കാറ്ററാക്ട് എന്ന് പറയുന്നത് ലെൻസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അങ്ങനെയാണ് ആ ലെൻസ് ഇങ്ങനെ കേടുവന്നു പോകുന്നത് കുറെ കാലം കഴിഞ്ഞു. അത് ആ പ്രായം ആകുന്ന ഒരു ചേഞ്ചസ് ആണ്. നമുക്ക് പ്രായമാകുമ്പോ മുടി നരയ്ക്കുന്ന പോലെ അതുപോലെ പല ഓർഗൻസിലും ചേഞ്ചസ് വരുന്നല്ലോ. ലെൻസിന്റെ ട്രാൻസ്പാരൻസി കുറയുന്നതാണ്. തിക്കാവും, പിന്നെ അത് വെളുത്താകും. നമ്മുടെ കണ്ണാടി ഇങ്ങനെ ട്രാൻസ്പാരന്റ് ആയിരിക്കുന്നത് പോലെ അല്ല. അതിങ്ങനെ അതിൽ വെള്ള പെയിന്റ് അടിച്ചാലുള്ള ഫോഗ് ചെയ്യുന്ന ഒരു. ഇത് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ സർജറി തന്നെയാണോ ഇതിന്റെ ട്രീറ്റ്മെന്റ്? മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റില്ല. മേ ബി വളരെ തുടക്കത്തില് കണ്ണാടി വെച്ചാൽ ഒരുവിധം നമുക്ക് കാഴ്ച ഇംപ്രൂവ് ചെയ്യാം. തിമിരം മാറ്റാൻ പറ്റില്ല. തിമിരത്തിന് നമുക്ക് ഓപ്പറേഷൻ തന്നെ വേണം. അപ്പൊ സാധാരണ ഇപ്പൊ ഡോക്ടർ പറയുകയുണ്ടായി പ്രായമാവുമ്പോഴാണ് ഈ കാറ്ററാക്ട് വരുന്നത്. പക്ഷെ പലപ്പോഴും ചെറുപ്പക്കാരിലും ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇത് കാണാറുണ്ട്. അതിന് വേറെ വല്ല കാരണങ്ങളുണ്ടോ? അതെ, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഷുഗർ ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് കൺട്രോൾ അല്ലെങ്കിൽ, കേരളത്തിൽ ഡയബറ്റീസ് വളരെ കൂടുതലാണ്. കൺട്രോൾ അല്ലെങ്കിൽ അവർക്ക് വളരെ നേരത്തെ വരും. 70 വയസ്സിൽ വരുന്ന തിമിരം ഒരു 40 വയസ്സിൽ തന്നെ വരും. പിന്നെ വളരെ അതാ കൂടുതൽ ഇവിടെ കാണുന്നത്. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പിന്നെ ചിലവർ ജന്മനായി തന്നെ തിമിരം നേരത്തെ വരാനുള്ള പ്രോൺ ആണ് അവർക്ക് വരാം. പിന്നെ വളരെ റെയറായിട്ട് കുഞ്ഞുകുട്ടികൾക്കും വരാം. കൺജനിറ്റൽ കാറ്ററാക്ട് എന്ന് പറയും, അവർക്ക് വരാം. അത് പൊതുവെ ഈ റുബെല്ല ഇൻഫെക്ഷൻസ് അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ജന്മനായി തന്നെ തിമിരം വരും. ഇങ്ങനെ കാറ്ററാക്ട് വന്ന് ഒന്നും ചികിത്സിക്കുക, ചില പ്രായമായവരൊക്കെ ഡോക്ടർ കണ്ടിട്ടുണ്ടാവും, ഒരിക്കലും ചികിത്സ അവരെടുത്തിട്ടുണ്ടാവും. ഒരു കണ്ണിന് മാത്രമായിരിക്കും ഉണ്ടാകുക, മറ്റേ കണ്ണ് നോർമൽ ആയതുകൊണ്ട് അവരങ്ങനെ ജീവിച്ചു പോകും. അങ്ങനെ ഒരുപാട് കാലം വെച്ച ഈ കാറ്ററാക്ട് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? അതെ, അത് തിമിരം ഒരു ചെറിയ ഫൈബേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ലെൻസ് വെക്കുന്നത്. അപ്പം ഏജ് നമുക്ക് കൂടുന്തോറും ആ ഫൈബേഴ്സും ലൂസാകും. അപ്പോൾ ലെൻസ് ലൂസായിട്ട് കണ്ണിന്റെ പുറകിലേക്ക് വീഴും.
അപ്പൊ നമുക്ക് ഒന്നിൽ കുറച്ചും കൂടി കാഴ്ച തെളിയും, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടും. ചിലരിൽ തിമിരം വളരെ ലിക്വിഡ് ആകും, എന്നിട്ട് അത് ലെൻസിന്റെ ബാഗിൽ നിന്ന് പുറത്തേക്ക് ലീക്ക് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ കണ്ണില് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാ കണ്ണിന്റെ പ്രഷർ കൂടാം. അത് ലെൻസ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്ന് കണ്ണില് ചുമപ്പും കണ്ണുവേദന തലവേദനയൊക്കെ പെട്ടെന്ന് വരും ഈ ഒരു സിറ്റുവേഷൻ എത്തുമ്പോ. പിന്നെയുള്ളത് ലെൻസ് തന്നെ കണ്ണിന്റെ മുന്നിലേക്കും ഡിസ്ലൊക്കേറ്റ് ആയിട്ട് പ്രഷർ കൂട്ടാം. അപ്പൊ ഗ്ലോക്കോമ വരാം. ഈ തിമിരം വന്നതിന് ശേഷം എല്ലാവരും ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെ എപ്പോഴാണ് ഇത് ഓപ്പറേഷന് വേണ്ടി ഒരു ഓപ്പറേഷൻ ടൈം ആവുന്നത് എപ്പോഴാണ്? അതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ല, പക്ഷെ നമുക്ക് കാഴ്ച കുറവ് അനുഭവപ്പെടുമ്പോൾ നമുക്കത് ചെയ്യാം. നമ്മുടെ ജോലി അനുസരിച്ചിരിക്കും. അതെ, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചെയ്യാം. ഈ സ്ഥിരമായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡ്രൈവിംഗ് പറ്റുന്നില്ല എങ്കിൽ ഉടനെ ചെയ്യാം. അത് മെച്ചൂർ ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ റീഡിങ് കൂടുതൽ വായിക്കുന്ന ആൾക്കാർക്കും ചിലവർക്ക് ആ ഗ്ലെയർ മാത്രമായിരിക്കും ഉണ്ടാവുക, അവർക്കും നമ്മളിപ്പോ പണ്ട് അത് മെച്ചൂർ ആയി കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, എപ്പോഴാണ് നമുക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ട് തോന്നുന്നേ അപ്പോൾ ചെയ്യാം. പിന്നെ മെച്ചൂർ ആയി ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം സർജറി കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. നമുക്ക് ആ നല്ല ലെൻസ് വെക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ കണ്ണിന് വേറെ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇപ്പോൾ ഗ്ലോക്കോമ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഈ കാറ്ററാക്ടിന്റെ സർജറി നേരത്തെ ചെയ്യണോ, അല്ലെങ്കിൽ അതും വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്? കാഴ്ച കുറവ് അനുഭവപ്പെടുമ്പോൾ എപ്പോഴാണ് രോഗി കാഴ്ച കുറവ് അനുഭവപ്പെടുക? അപ്പൊ തിമിരം കാരണമാണ് ആ കാഴ്ച കുറവ്. ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ ഉടനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്താണ് ആ സർജറിയിൽ രോഗി ചെയ്യുന്നത്, ഡോക്ടർ ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ആ തിമിരം നമ്മുടെ ഒപ്പേക്കായ ലെൻസ് നമ്മൾ കണ്ണിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ല ലെൻസ് കണ്ണിന്റെ അകത്ത് വെക്കുന്നതാണ് ബേസിക് ഈ സർജറിയുടെ ബേസിക്. ഒരു ക്ലിയർ ആയിട്ടുള്ള വേറെ ഒരു ലെൻസ്, ആർട്ടിഫിഷ്യൽ ലെൻസ് ഉള്ളിൽ വെക്കുക. അപ്പൊ അത് ആ മെറ്റീരിയൽ വളരെ ഹാർഡ് ആയിരിക്കും, അല്ലെ സോഫ്റ്റ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, അതൊക്കെ സംശയങ്ങളുണ്ടാവും. എന്താണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് ഈ ലെൻസിന്? അത് പലതരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ട്, റിജിഡും സോഫ്റ്റും എന്നൊക്കെ പറയും. റിജിഡ് ലെൻസ് എന്ന് പറയുന്നത് അത് വലിപ്പം കൂടുതലാണ്. ഒരു മിനിമം ഒരു 6 മില്ലിമീറ്റർ ഇൻസിഷൻ വെച്ചിട്ടാണ് നമുക്ക് ആ ലെൻസ് ഉള്ളില് വെക്കാൻ പറ്റുക. റിജിഡ് ആയിട്ടുള്ള ലെൻസ് ചെയ്യണമെങ്കിൽ വലിയൊരു ഇൻസിഷൻ വേണം. അപ്പൊ ഓപ്പറേഷൻ നമ്മൾ ഓപ്പൺ സർജറി, കീഹോൾ സർജറി, ലാപ്രോസ്കോപ്പിയും ചെയ്യും. ആ ഒരു വ്യത്യാസമാണ്. അപ്പൊ അതിനപ്പോ വലിയ ഇൻസിഷൻ വേണ്ടി വരും. പക്ഷെ ആ ലെൻസിന് വില വളരെ കുറവാണ്. പിന്നെ ഫോൾഡബിൾ ലെൻസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ആ ലെൻസിനെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വളരെ ചെറിയ ഇൻസിഷനിൽ കൂടി തന്നെ ആ ലെൻസ് വെക്കാൻ പറ്റും. 2 മില്ലിമീറ്റർ അതെ ഉള്ളിൽ വെക്കാം. ഉള്ളിൽ പോയാൽ അത് എക്സ്പാൻഡ് ചെയ്ത് നോർമൽ പൊസിഷനിലായിരിക്കും. അതിനൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പൊ ഇൻസിഷൻ സൈസിൽ നല്ല വ്യത്യാസമുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് ഈ സ്മോൾ ഇൻസിഷൻ സർജറി ആകുമ്പോൾ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ കാഴ്ച കിട്ടും. ലാപ്രോസ്കോപ്പിയും ഓപ്പൺ സർജറിയും തമ്മിലുള്ള വ്യത്യാസം പോലെ മറ്റതിന് കുറച്ച് താമസം വരും. ഒരു ലെൻസ് വെക്കാൻ വേണ്ടി ഒരു രോഗി അതിന് വല്ല പ്രിപ്പറേഷൻസും ആവശ്യമുണ്ടോ? നമ്മൾ പല സർജറിക്ക് പല പ്രിപ്പറേഷൻസ് വേണം. ഇപ്പൊ അത് കണ്ണിന്റെ വളരെ ചെറിയ സർജറി ആണെങ്കിൽ പോലും അതിനും ചില പ്രിപ്പറേഷൻസ് ഒക്കെ ആവശ്യം ഉണ്ടാവില്ല. എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് വേണ്ടത്? മെയിൻലി അവർക്ക് പ്രഷറോ ഷുഗറോ ഉണ്ടെങ്കിൽ അത് കൺട്രോൾഡ് ആയിരിക്കും. ഷുഗറും പ്രഷറും കൺട്രോൾ ആയിരിക്കും. വേറെ എന്ത് രോഗം ഉണ്ടെങ്കിലും അത് കൺട്രോളിലായിരിക്കണം. പിന്നെ ഈ ബ്ലഡ് തിന്നേഴ്സ്, ഈ ആസ്പിരിൻ അങ്ങനത്തെ മരുന്ന് കഴിക്കുന്ന ആൾക്കാര് അത് നിർത്താൻ പറ്റുമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റോപ്പ് ചെയ്യാം. ചിലരിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും, എന്നാലും നമുക്ക് ആ സർജറി ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ ബ്ലീഡിംഗ് ഉള്ള ഓപ്പറേഷൻ അല്ല, അത് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രിക്കോഷൻ എടുത്തിട്ട് അത് ഷുഗറും പ്രഷറും ഉള്ളവർ അത് നല്ലപോലെ കൺട്രോൾ. പിന്നെ ഇത്തരം മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കണം. ഈ സർജറി ചെയ്യുന്നത് ലോക്കൽ അനസ്തീഷ്യയിലാണോ ജനറൽ അനസ്തീഷ്യയിലാണോ? ലോക്കൽ അനസ്തീഷ്യ ആണ്. പിന്നെ അത് വെച്ചാൽ ഇഞ്ചക്ഷൻ, ഈ പല്ലെടുക്കുമ്പോൾ നമ്മൾ മരിപ്പിക്കാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ചെയ്യുന്നത് പോലെ ഇവിടെയും നമ്മൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ചെയ്യാം. പിന്നെ നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഡ്രോപ്സ്, അനസ്തെറ്റിക് ഡ്രോപ്സ് ഇട്ടിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ആ രോഗി അതേപോലെ സർജറിക്ക് സഹകരിക്കണം. കണ്ണനക്കാതെയും കണ്ണ് നേരെ ഒരു 10 മിനിറ്റ് സമയം, 10 മിനിറ്റ് സമയത്ത് കണ്ണനക്കാതെ ഇരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഡ്രോപ്സ് വെച്ച് തന്നെ അത് ചെയ്യാൻ പറ്റാം. അധികം ഇത് വേദനയുള്ള ഒരു ഓപ്പറേഷൻ അല്ല. ഡോക്ടർ നേരത്തെ പറയുകയാണെങ്കിൽ വലിയ
സർജിക്കൽ സ്കാറിലൂടെയും ഈ ലെൻസ് കടത്താം, ചെറിയ സ്കാറിലൂടെയും കടത്താം. ഇത് തമ്മിൽ രോഗിക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് രണ്ടും തമ്മിൽ? വലിയ സ്കാറാകുമ്പോ നമ്മളത് വൂണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സൂച്ചർ വേണം, തുന്നൽ വേണം. അപ്പൊ അങ്ങനെ ഇടുമ്പോ നമ്മുടെ കൃഷ്ണമണിയുടെ ഷേപ്പിൽ ചെറിയ വ്യത്യാസം വരും. അപ്പൊ അതൊരു അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും. അപ്പൊ സർജറി കഴിഞ്ഞിട്ടും നമുക്ക് കണ്ണാടി വെക്കേണ്ടി വരും. ചെറുതായിട്ട് ഇമേജ് ഒന്ന് ഡിസ്റ്റാർട്ടഡ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഫോൾഡബിൾ ലെൻസ് തുന്നൽ ഇല്ലാത്ത ഓപ്പറേഷൻ ആകുമ്പോ ആ ഒരു ഇത് ഒഴിവാക്കാം. ഒരു വ്യത്യാസം വരില്ല. വളരെ ചെറിയ ക്വാളിറ്റി ഓഫ് വിഷൻ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള 2 സർജറികളും ചെയ്ത് ഈ ലെൻസ് മാറ്റാമെന്ന് ഡോക്ടർ പറയണ്ടായി. എത്ര സമയം വേണ്ടി വരും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ? മാക്സിമം 10 മിനിറ്റ്. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി രോഗിക്ക് വീട്ടിൽ പോകാമോ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കെയർ എങ്ങനെയാണ്? അതെ, വീട്ടിൽ പോകാം, നടക്കാം, രോഗിക്ക് ആവശ്യമുള്ള അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്രോപ്സ് ഉപയോഗിക്കേണ്ടതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കണ്ണിൽ നീര് വരാതിരിക്കാൻ ഒരു സ്റ്റീറോയിഡ് ഡ്രോപ്സ് ഉണ്ടാവും, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഒരു ആന്റിബയോട്ടിക് ഡ്രോപ്സ് ഉണ്ടാവും, പിന്നെ കൂടെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററിയും കൂടി ഉണ്ടാവും. അപ്പൊ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് ഷുഗറും പ്രഷറും കൺട്രോൾ ആയിരിക്കണം. പിന്നെ കണ്ണിന്റെ അകത്ത് ഡസ്റ്റ് അഴുക്ക് കയറാതെ നോക്കണം. അതപ്പോ മെയിനായിട്ട് തല കുളിക്കുന്ന ഒരു 3-4 days അവോയ്ഡ് ചെയ്യാൻ പറയും. കണ്ണുമുഖം വെള്ളം ഒഴിച്ച് കഴുകാതിരിക്കുക. അതുകൊണ്ടാണ് ഈ അതിനുശേഷം കണ്ണട കൊടുക്കുന്നത്, കറുത്ത കണ്ണാടി കൊടുക്കുന്നത് പൊടി കണ്ണിലടിക്കാതിരിക്കാനും. പിന്നെ ഇനിഷ്യൽ ആദ്യത്തെ ഒരു 3-4 ദിവസം നമുക്ക് നല്ല വെളിച്ചം നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അത് ഒഴിവാക്കാനും. അതൊരു ഒരാഴ്ചക്ക് മതിയാകും. എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് റൊട്ടീനായിട്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ കണ്ണുകൊണ്ട് ലെൻസ് മാറ്റി വെച്ചതിന് ശേഷം? വീടിനകത്തുള്ള നമുക്കുള്ള ജോലികളെല്ലാം ചെയ്യാൻ പറ്റും. മേ ബി പുറത്ത് പോകുന്ന ഒരു 3-4 days കഴിഞ്ഞാൽ കണ്ണാടി വെച്ചിട്ട് പോകാം. ഇതിനെപ്പോഴും വല്ല കോംപ്ലിക്കേഷനും ഉണ്ട്? വളരെ ചെറിയ സർജറി ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സർജറിയാണ്, എന്നാലും കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള വല്ല ചാൻസും ഉണ്ടോ? അതെ, അത് നമ്മൾ പ്രോപ്പർ കെയർ എടുത്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്ഷൻ ആണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അതൊന്ന് പിന്നെ നമ്മള് ഈ ലെൻസ് എല്ലാ പേർക്കും ഒരുപോലെ അല്ല. അതുപോലെ ആ ലെൻസ് ഒരു ബാഗിന്റെ അകത്തായിരിക്കുന്നേ, ആ ബാഗിന്റെ സ്ട്രെങ്ത്തും എല്ലാ പേർക്കും ഒരുപോലെയല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ലെൻസ് വെക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഓപ്പറേഷൻ സമയത്ത് നമ്മളത് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. അത് വളരെ കുറവാണ്, ഒരു 1% ആൾക്കാർക്ക് ഇങ്ങനെ വരുള്ളൂ. എന്നാലും അതനുസരിച്ചുള്ള വേറെ ലെൻസ് ഉണ്ട്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് പറയും. പിന്നെ കണ്ണിൽ അടി നേരത്തെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ ബാഗൊക്കെ ലൂസായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാം, പലപ്പോഴും ഈ ലെൻസ് മാറ്റി വെച്ചാലും പിന്നെ കണ്ണട വെക്കേണ്ട ആവശ്യമുണ്ട്. നേരത്തെ കണ്ണട ഉപയോഗിച്ചിരുന്ന ആള് ഇനി ആ കണ്ണട വെക്കണോ അല്ലെങ്കിൽ പുതിയ കണ്ണട വെക്കണോ, അതിനെ പറ്റിയ അഭിപ്രായം എന്താണ്? പലപ്പോഴും നമ്മൾ ഈ കണ്ണിന്റെ അകത്ത് വെക്കുന്ന ലെൻസ് നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പൊ നേരത്തെ ഒരു -10-15 പവറുള്ള ആൾക്കാരുടെ ആ പവറൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അവൾക്ക് ആ ഇത്രയും വലിയ കട്ടി കണ്ണാടി വെക്കേണ്ടി വരില്ല, ഒരു 0.5 അങ്ങനത്തെ പവർ ആയിരിക്കും വെക്കേണ്ടി വരിക. പിന്നെ കണ്ണിനുള്ളിൽ വെക്കുന്ന ആ ലെൻസും പലതരത്തിലുണ്ട്. ആ റിഫ്രാക്റ്റീവ് കറക്ഷൻ, ചില ലെൻസൊക്കെ ദൂരക്കാഴ്ചക്ക് മാത്രമായിരിക്കും അതിൽ ആ കറക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ വായിക്കാനായിട്ട് അഡീഷണൽ ഗ്ലാസ് വേണം. പിന്നെ ഈ മൾട്ടിഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത് ദൂരക്കാഴ്ചയും അടുത്തും കൂടിയുള്ളതാ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗ്ലാസ് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സാധാരണ ഒരു കണ്ണിന് ഇപ്പൊ നമ്മൾ ഓരോ വർഷവും കണ്ണിന്റെ പവർ ചെക്ക് ചെയ്ത് കണ്ണട മാറ്റേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കാറ്ററാക്ട് സർജറി ചെയ്ത് ലെൻസ് മാറ്റിയ പേഷ്യന്റ് അങ്ങനെ ഓരോ വർഷവും കണ്ണ് ചെക്ക് ചെയ്യണം? കണ്ണ് ചെക്ക് ചെയ്യണം, പക്ഷെ കണ്ണാടി പവർ അത്ര അങ്ങനെ മാറില്ല. നമ്മൾ സാധാരണ കണ്ണ് പോലെ മാറില്ല അല്ലേ? ഇല്ല. പിന്നെ വളരെ ചില പേർക്ക് ഈ പാട് വരാൻ ചാൻസ് ഉണ്ട്. ലെൻസിന്റെ പുറകില് ചെറിയ വെള്ള പാട് വരും, അങ്ങനെയും കാഴ്ച മങ്ങും. അങ്ങനെ വരുന്നവർക്ക് അത് നമുക്ക് ചെറിയൊരു ലേസർ ചെയ്ത് ആ പാട് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ കാഴ്ച തിരിച്ചു വരും. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.